السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت هيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل بفضل الله وبرحمته وبذلك فليفرحوا وخير مما يجمعون. صدق الله العلي العظيم. من أظلم مولد النبي صلى الله عليه وسلم فقد أحيا الإسلام. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ റബീഉൽ അവ്വലിൽ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ മനുഷ്യന് വല്ലാത്ത സന്തോഷവും ആനന്ദവുമാണ്. കാരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിന മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകനും പ്രാർത്ഥന നടത്തിയത്. ഞങ്ങളുടെ രക്ഷിതാവേ,
ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. ആദ്യത്തെ ദുആയാണ്. ഏതൊരു കാര്യവും ഒരു മനുഷ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ കയ്യടിയും പ്രോത്സാഹനവുമല്ല നമുക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വീകരണമാണ്. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനും ദുആ ചെയ്ത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ, ഇന്നക അന്തസ് സമീഉൽ അലീം, തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണേ അല്ലാഹ്. അവർക്ക് മാത്രമല്ല ദുആർന്നത്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിന് മാത്രമല്ല ദുആ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ആരാധനക്രമങ്ങൾ ഞങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളുടെ തൗബ സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാഹ്. റബ്ബനാ, അല്ലാഹുവിനോട് പറയുകയാണ്, വഅരിന മനാസികനാ വതുബ് അലൈനാ, ഞങ്ങളുടെ ആരാധനക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ തൗബ സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഇന്നക അന്തത് തവ്വാബുർ റഹീം, നീ കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. അതുകൊണ്ട് സാധുവായ നിന്റെ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിമിനെയും മകനെയും ഒന്ന് സ്വീകരിക്കണേ. അതുപോലെ അവിടത്തേക്ക് വഴിപ്പെടുന്ന സമുദായത്തിനെയും നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവേ, ആ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും, എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനാണ്. അത് ആ ദൃഷ്ടാന്തങ്ങളെ ഓതി കേൾപ്പിക്കുകയും വേദഗ്രന്ഥവും അറിവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിലേക്ക് നീ അയക്കുകയും ചെയ്യണേ അല്ലാഹ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോവുകയല്ല ചെയ്തത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കുടുംബത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ഇനി വരുന്നവരൊക്കെ നോക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ എന്നല്ല കരുതിയത്. അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥന നടത്തിയത് എന്താണ്? ഈ ഉമ്മത്തിനെ സംസ്കരിക്കുന്ന, ഈ ഉമ്മത്തിന് അറിവ് പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നീ അയക്കണം അല്ലാഹ്. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഇന്നക അന്തൽ അസീസുൽ ഹകീം, അല്ലാഹുവേ, തീർച്ചയായും നീ പ്രതാപിയും അഗാധജ്ഞാനിയുമാണല്ലോ, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും ഹിക്മത്തുള്ളവനുമാണല്ലോ. അതുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടതായ ഒരു പ്രവാചകനെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട്
അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആഇന്റെ വലിയ ഫലമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആ പ്രവാചകനെ സർവ്വലോകർക്കും റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹു ആ പ്രവാചകന്റെ അനുയായിയായി ലോകത്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ കാമിലാക്കുമാറാകട്ടെ. എന്നാൽ ഈ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ 127 മുതൽ 29 വരെയുള്ള ആയത്തുകളിലാണ് ദൂതനെ അയക്കണമെന്ന്, അവരിലേക്ക് നീ കൊടുക്കണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തെങ്കിൽ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബ് റളിയല്ലാഹു തആല അൻഹു, വലിയ മുഫസ്സിരീങ്ങളിൽ പെട്ടവനാണല്ലോ, മഹാനുഭാവൻ പറയുകയാണ്, അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുകൊണ്ടാണ് മക്കക്കാരിൽ നിന്ന് തന്നെ ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട പ്രസ്തുത വിശേഷണങ്ങളുള്ള ഒരു നബിയെ അല്ലാഹു നിയോഗിച്ചത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. സൂറത്ത് ആൽ ഇംറാൻ വിശദീകരിക്കുന്നുണ്ടല്ലോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. കെട്ടുകഥകളല്ല, ഖുർആനിന്റെ തെളിവുകളോടുകൂടി പരിശുദ്ധമായ ഖുർആനാണ് നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഈ ആയത്തുകളെയൊക്കെ നമുക്ക് കളവാക്കാൻ തോന്നുന്നത്? റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരുപാട് പോസ്റ്ററുകളും ഒരുപാട് അനൗൺസ്മെന്റുകളൊക്കെ ഇങ്ങനെ വഴിയോരം നമുക്ക് കാണാനിടയാകും. ഖുലഫാഉർ-റാഷിദീങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായിട്ട് പറഞ്ഞതെന്താ? സൂറത്ത് ആൽ ഇംറാൻ പരിശോധിക്കുമ്പോൾ കാണാം, തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഖുർആനും അറിവും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചതിലൂടെ അല്ലാഹു മഹത്തായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇതാണ് അനുഗ്രഹം. ഇതാണ് അനുഗ്രഹം. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. വേറെ എവിടുന്നുമല്ല, മിൻ അൻഫുസിഹിം. മിൻ അൻഫുസിഹിം ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ഖുർആനും അറിവും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അയച്ചതിലൂടെ അല്ലാഹു മഹത്തായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു.
وإن كانوا من قبل لفي ضلال مبين. കണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അങ്ങനെ വഴികേടിലായിരുന്ന ആ സമൂഹത്തിനെ സംസ്കരിക്കാനും ഒരു ഉത്തമ സമുദായമായി വാർത്തെടുക്കാൻ വേണ്ടി അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു അവരിലേക്ക് അയച്ചു കൊടുത്തു. അതാണ് നമ്മുടെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, ഖുൽ നബിയേ പറയുക, ബിഫദ്ലില്ലാഹ് അല്ലാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ചും വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും താങ്കൾ പറയുക നബിയേ. ഫബിദാലിക ഫൽയഫറഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് സത്യവിശ്വാസികൾ സന്തോഷിക്കട്ടെ. നമുക്ക് അല്ലാഹു തന്നതായ ആ റഹ്മത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ ഔദാര്യമുണ്ടല്ലോ, അതെന്താണ്? ഖുർആൻ തന്നെ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നേതൃത്വമായ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫൽയഫറഹു, സത്യവിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ. വഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടിയ സർവകാര്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമാണ്. അതാണ് ഹദീസിലേക്ക് നാം പോകേണ്ടത്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, കൂട്ടുകാരെക്കാൾ, അയൽവാസികളെക്കാൾ, എല്ലാത്തിനേക്കാളും നിന്റെ ഹബീബിനെ നീ സ്നേഹിക്കണം. സ്നേഹിക്കാത്ത പക്ഷം നീ ആരല്ല? ലാ യുമിനു മുഅ്മിനല്ല എന്ന് കളവ് പറയാത്ത ലോകഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ മാറ്റി നിർത്താൻ പറ്റുമോ? നബിദിനം വരുമ്പോൾ ഒരു മൗലിദിന്റെ സദസ്സിനെ വിമർശിക്കാൻ പറ്റുമോ? സ്വലാത്തിന്റെ മജ്ലിസിനെ നമുക്ക് വിമർശിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് പറയാൻ ഈമാനുള്ളവന് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കണേ. അവരോട് സുഹബത്ത് പോലും പാടില്ലാന്ന് ഹദീസുകളും പ്രമാണങ്ങളും പഠിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പറയുന്നവർക്കല്ല ഏറ്റവും കൂടുതൽ, അല്ലേ? അവൻ പറയണത് ശരി, അവൻ എടുത്ത തീരുമാനം ശരി, വേണ്ട, ഒന്നും വേണ്ട, മൗലിദും വേണ്ട, നേർച്ചയും വേണ്ട, അടിയന്തരം വേണ്ട, ഒന്നും വേണ്ട, അവൻ പറയണത് ശരി. അപ്പൊ ഖുർആനിന് ഒരു പ്രസക്തിയില്ല, ഹദീസിന് പ്രസക്തിയില്ല, ഇജ്മാഇന് പ്രസക്തിയില്ല. ഇതൊക്കെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ, നബിദിനവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര നടത്തുമ്പോൾ വഴികൾ ബ്ലോക്ക് ആകുന്നു. ഏറ്റവും കൂടുതൽ അസുഖമാർക്കാണ്, കാക്കാമാർക്കാണ്. ഇതെന്തിനാണ് ഈ പരിപാടി? വേണമെന്തിനാ? ആക്ഷേപമാർക്കാണ്, നമുക്ക് തന്നെയാണ്. ഇവിടെ ഓരോ സമുദായത്തിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഓരോ സമുദായത്തിന്റെ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടിയുമായി ഘോഷയാത്ര നടന്നില്ലേ? വലിയ ടൗണുകൾ ബ്ലോക്കായില്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെ കുറ്റം പറഞ്ഞോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ആളുകളാണ്. പക്ഷേ ചെയ്യുന്നതൊക്കെ തല തിരിഞ്ഞ് മുസ്ലിമാണ്. മുസ്ലിമാണ്. വാതുറന്ന കുറ്റവും കുറവും അനാവശ്യങ്ങളും അശ്ലീലങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓരോ സമുദായത്തിലേക്ക് എടുത്തു നോക്കിക്കോ. ക്രിസ്ത്യന്റെ പരിപാടികൾ നടക്കുന്നു, അവർ എത്ര ലൈനായിട്ട് സന്തോഷകരമായ രീതിയിൽ പോകുന്നു. ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരാൾ അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഈ കഴിഞ്ഞ ഒരുപാട് പരിപാടികൾക്ക് നമ്മുടെ മുസ്ലിമീങ്ങൾ തന്നെ മധുര പലഹാരങ്ങൾ കൊടുത്തില്ലേ? പക്ഷെ റബീഉൽ അവ്വൽ വരുമ്പോൾ
എന്തോ ഒരു ശൈത്താൻ കയറിയാടിയാണ്. പിന്നെ ഒന്നും വേണ്ട. ചിലപ്പോ ആഡംബരമായി നടത്തിക്കൊണ്ട് റബീഉൽ അവ്വലുമായി നടത്തിയ നല്ല സുരക്ഷിതമായ ഭക്ഷണങ്ങൾ പോലും അത് വേണ്ട, ഇത് വേണ്ട. അവിടെ ബാധ്യതയാണ്, ഇവിടെ ചെലവ് കൂടുതലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചെലവ് തമ്മിൽ ആക്കിയത് ആരാണ്? ഈ ചെലവിനുള്ള വരുമാനം നൽകിയത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലേ. ആ റസൂലുള്ളാഹിയുടെ ഇടപെടൽ കൊണ്ടല്ലേ നമ്മളൊക്കെ തന്നെ മാന്യന്മാരായി നടക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അല്ല എന്ന് പറയാൻ ഏത് ശക്തിക്ക് കഴിയും? ഏത് വ്യക്തിക്ക് കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സത്യവിശ്വാസികൾ സന്തോഷിക്കട്ടെ. അവർ ഒരുമിച്ച് കൂട്ടിയ എന്ന് പറഞ്ഞാൽ സർവ കാര്യങ്ങളെക്കാളും ഏറ്റവും ഉത്തമമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്താണ് റസൂലുള്ളാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തൗബ സൂറത്തിലെ നമുക്കറിയാം മങ്കൂസ് മൗലിദിലുണ്ട്. ഇനി മങ്കൂസ് മൗലിദ് ഓതാനോ കേൾക്കാനോ ആ സദസ്സിലിരിക്കാൻ നമുക്ക് നേരമുണ്ടോ? നേരമുണ്ടോ നമുക്ക്? ഞാൻ ചോദിക്കട്ടെ, അവയിലൂടെ കടന്ന ഇത്ര ദിവസമായി എന്റെ ഹബീബായ തങ്ങളുടെ ഒരു സദസ്സില് ഞാൻ ഇരുന്നോ ഒന്ന് ചിന്തിച്ചേ. അങ്ങാടി പോയി വായി പഠിച്ചതിൽ ഒരു കുഴപ്പമില്ല, പള്ളിയിൽ ഒന്ന് 10 മിനിറ്റ് സ്വലാത്ത് ഇല്ല, അപ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. നമ്മുടെ ഈമാൻ അവിടെ പോയി. നമുക്ക് മരിക്കണ്ടേ? അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞത് എന്താണ്? തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ആ പ്രവാചകനാണെങ്കിലോ നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവിടത്തേക്ക് പ്രയാസകരമാണ്. നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നതാരാ? നമ്മുടെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് പ്രയാസപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരും സത്യവിശ്വാസികളോടും നല്ല കൃപയും ഉള്ള പ്രവാചകനാണ് ആര്? ഹബീബായ റസൂലുള്ളാഹി തങ്ങള്. സൂറത്തുൽ തൗബയിൽ അല്ലാഹു പഠിപ്പിക്കാൻ അങ്ങനത്തെ നമ്മുടെ നേതാവിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ജീവിതത്തിൽ നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മുൻകാല മഹത്തുക്കൾ. മുൻകാല മഹത്തുക്കൾ എന്ന് പറയുമ്പോൾ ആരാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങളായ മഹത്തുക്കൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്, എത്രയോ നന്മകളാണ് ചെയ്തത്. മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞില്ലേ, മൻ അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖറാഅതിഹി ലാ യഖ്റുജു മിനദ് ദുനിയ ഇല്ലാ ബിൽ ഈമാനി വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു മനുഷ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ബഹുമാനിക്കുകയും മൗലിദ് പാരായണത്തിന് കാരണക്കാരനാവുകയും ചെയ്താൽ അവൻ ഈമാനോട് കൂടിയല്ലാതെ ദുനിയാവിൽ നിന്ന് യാത്രയാകില്ല. അതുമാത്രമല്ല, വിചാരണ കൂടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മുത്തുനബിയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് ഖറബല്ലാഹു വജ്ഹഹു തങ്ങൾ പറഞ്ഞെങ്കിൽ
ആ പാതയിൽ നമ്മൾ പിൻപറ്റേണ്ടത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉഹദ് മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ, പോലെയുള്ള വലിയ മഹാന്മാര് പറയുകയാണ്, മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം എന്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മൾ എന്ത് ചെലവഴിക്കുന്നുണ്ട്? നമ്മൾ ഉള്ളത് മുടക്കാനേ നോക്കുന്നു, ഉള്ളത് മുടക്കാനേ നോക്കുന്നു. നമ്മുടെ ആക്കിബത്ത് മോശമാക്കണമല്ല, നമ്മുടെ പരിപാടിയാണ്. ഞാൻ ആക്കിബത്ത് മോശമാക്കണം. നമുക്ക് നല്ലതായി മരിക്കാൻ നമ്മൾ പറയും, പക്ഷെ പ്രവർത്തനങ്ങളൊക്കെ തല തിരിഞ്ഞാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ ഹദറ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ഒരാൾ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും അതിന്റെ സ്ഥാനത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങള് അവരൊക്കെ നിസാരക്കാരാ. അവരുടെ ചെരുപ്പെടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത ചപ്പുചണ്ടികളായി നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അള്ളാഹ് ഖുർആനും ഹദീസും നമുക്കേ തിരിഞ്ഞിട്ടുള്ളൂ, അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്നല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞില്ലേ, മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹിയൽ ഇസ്ലാം. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ബഹുമാനിച്ചാൽ അവർ ഇസ്ലാമിനെ ജീവിപ്പിച്ചിരിക്കുന്നു. ഉമർ തങ്ങളെ പറഞ്ഞത്, പറഞ്ഞിട്ടില്ല എന്നാണ് പലപ്പോഴും പല ആളുകളുടെ വാറോലകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹിയൽ ഇസ്ലാമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു എന്നാണ്. ഇതാണ് മഹാന്മാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. റഫീഖി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിനൊക്കെ നമുക്കൊന്ന് കൽബ് വേണം. റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിന് പവറുണ്ട്. റസൂലുള്ളാഹിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കൊടുക്കല് അതിനും ബഹുമാനമുണ്ട്. എല്ലാ വിഷയത്തിലുമുള്ള ഒരു വിശ്വാസം വേണം. ചില ആളുകൾ എന്താ പറയുന്നത്, എനിക്ക് നിസ്കരിച്ചാൽ മതി, മറ്റുള്ളതൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ് എന്താകുമെന്ന് അള്ളാഹു മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ നമ്മുടെ റസൂലുള്ളാഹിക്ക് വേണ്ടി നാം എന്ത് ചെയ്തുവോ അത് ഒരിക്കലും നമ്മളിൽ നിന്ന് തട്ടിക്കളയുകയില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യും. നമ്മുടെ ജീവിതം നമുക്ക് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലുമുണ്ട്. അവിടെയും നമുക്ക് ജയിക്കണം. അതുകൊണ്ടാണ് എല്ലായിടങ്ങളിലും ഞാൻ ഇത്തവണ ഉംറക്ക് പോയപ്പോ സമയത്ത് മദീനയില് അവിടെ പ്രത്യേകമായി ഒരു അറബിയുടെ വീട്ടിൽ നമ്മുടെ കേരളക്കാരായ ഒരുപാട് ആലിമീങ്ങൾ എന്നെ ക്ഷണിച്ചത് ആ പരിപാടിക്ക്. അത്ര വലിയ മജ്‌ലിസ്
വലിയ മജ്‌ലിസ്, അവിടെ റസൂലുള്ളാഹിയുടെ പേരിലുള്ള മജ്‌ലിസും അതുപോലെ തന്നെ ആ മഹ്‌വറത്തുൽ ബദ്രിയയും വളരെ വിപുലമായി നടക്കുന്നു. എത്രയോ ആളുകൾക്ക് നമ്മുടെ ഇവിടുത്തെ നെയ്ച്ചോറിറച്ചിയല്ല, നല്ല മട്ടനൊക്കെ വെച്ചു കൊടുത്ത്, കാരണം ഒരു കുറവും വരുത്തിയില്ല. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം അതിലേക്ക് ലയിച്ച് നമ്മുടെ ഈമാനിന്റെ പവർ നമ്മൾ കൂട്ടണം. അള്ളാഹു നന്മയുടെ വാക്താക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ മൗലിദ് കഴിച്ചിട്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടും കിട്ടിയ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം നാം മാറ്റിവെക്കലല്ല വേണ്ടത്, നമ്മുടെ തലമുറകളിലേക്ക് നാം അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. പഴയ കാലങ്ങളിൽ മഴയില്ലാത്തപ്പോൾ, വരൾച്ച വന്നപ്പോൾ നാം ശാസ്ത്രത്തിന്റെ പിന്നാലെയല്ല നമ്മൾ ഓടിയത്. നാം അവിടെ ഓടിയത് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഏട്, ആ മങ്കൂസ് മൗലിദിന്റെ ഏടുകളെടുത്ത് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും കാർന്നവന്മാരും കൂടി ഏതെങ്കിലും മൈതാനിൽ അതാ വട്ടം കൂടി ഇരുന്നു കൊണ്ട് മങ്കൂസ് മൗലിദ് കഴിച്ചുകൊണ്ട് മഴ പെയ്യിപ്പിച്ച ചരിത്രങ്ങളുണ്ട്. പകർച്ചവ്യാധികൾ വന്നപ്പോൾ മങ്കൂസ് മൗലിദ് കഴിച്ച ചരിത്രമുണ്ട്. ഇന്നും പൊന്നാനിയിൽ അത് വർഷങ്ങളോളം മുടങ്ങാതെ നടക്കുന്നു. കാരണം എന്താണ്? അത് നിർത്തി. കുറെ ആളുകളുടെ കുപ്രചരണത്തിന്റെ പേര് നിർത്തിയോക്കിയപ്പോൾ അതിനേക്കാളും വലിയ ദുരിതങ്ങളാണ് അവിടെ വന്നത്. ഇതൊക്കെ കെട്ടുകഥകളല്ല, അനുഭവത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതിയായ സ്നേഹങ്ങൾ, ആ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നാം ഏറ്റി നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ആ മുത്തുനബിയെ കുറിച്ച് പറയാനും അവിടത്തോടുള്ള മൗലിദ് ചൊല്ലാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളൊക്കെ തയ്യാറാകണം. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.